ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ്സ് ആൻഡ് ബ്യൂട്ടി ടിപ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ നല്ല റേറ്റും കുറവുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലോ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനതിനായിട്ട് പകുതി പൈനാപ്പിളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. അടുത്തതായിട്ട് 2 വലിയ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന മുളക്, വലിയ മുളക്. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് മുളക് 2ആയിട്ട് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങും. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് അടുപ്പിലേക്ക് വെക്കാം. പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഞാൻ അതിനായിട്ട് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 5 ചെറിയ ഉള്ളി, ഇത്രയും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പൈനാപ്പിൾ വെന്തോ നോക്കാം. പൈനാപ്പിൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച ശേഷം തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇവിടെ അതിന് ശേഷം നമുക്കതിനെ താളിക്കാനുള്ളത് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മളിതുവരെ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഇതിപ്പോഴല്ല ഒഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്കതിനെടുത്ത് അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ തൈര് ഒഴിക്കാവൂ. ഇവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് എത്ര തൈരാണോ ഒഴിച്ചു കൊടുക്കേണ്ടത് ആ തൈരിലേക്ക് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കണ്ട. ഇപ്പോൾ ഇത് നന്നായിട്ട് അത് തണുത്തിരിപ്പുണ്ട്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും ചൂട് മാറിയ ശേഷം മാത്രമേ പുളിശ്ശേരി ആയാലും പച്ചടി ആയാലും ഒക്കെ തൈര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.